മെറ്റൽസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. നമ്മുടെ പരീക്ഷയ്ക്ക് എന്തായാലും മെറ്റൽ പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി ഭാഗം കൂടെ നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു ചാപ്റ്റർ ഇവിടെ തീർക്കുകയാണ്. ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. സമയം നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് കിട്ടുന്ന സമയം കൊണ്ട് മാക്സിമം നമുക്ക് എന്ത് ചെയ്യണം, ടോപ്പിക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ മെറ്റൽസിൽ ഇനി പഠിക്കാനുള്ളത് വളരെ സിമ്പിളായൊരു ഭാഗമാണ്, അതാണ് കൊറോഷൻ ഓഫ് മെറ്റൽസ് അല്ലേ. ഈ കൊറോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, തുരുമ്പെടുക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയുന്നത് അല്ലേ. തുരുമ്പ് അല്ലെങ്കിൽ ക്ലാവ് പിടിക്കുക, ഇതെല്ലാം കൊറോഷനിൽ വരുന്നതാണ്. എന്താണ് കൊറോഷൻ എന്നൊക്കെ ഉള്ളത് ചെറിയ ക്ലാസ്സുകളിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഒരു മെറ്റൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ അറ്റ്മോസ്ഫിയറുമായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സിജനുമായിട്ടോ അവിടെയുള്ള വാട്ടർ കണ്ടന്റുമായിട്ടോ ഒക്കെ റിയാക്ട് ചെയ്ത് സ്വയം നശിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൊറോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കൊറോഷൻ നമുക്കറിയാം പല കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് പറയാൻ പറ്റും, എന്താണ്, നമ്മുടെ ഈ പറയുന്ന മെറ്റലിൻ്റെ ഒരു സ്വഭാവം ഡിപ്പെൻഡ് ചെയ്യും. കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമുക്ക് ഇരുമ്പ് ഒരു മെറ്റൽ, അലൂമിനിയം ഒരു മെറ്റൽ. ഇരുമ്പ് പെട്ടെന്ന് പുറത്ത് കിടന്നാൽ തുരുമിച്ചു പോകും, പക്ഷേ അലൂമിനിയം ഒന്നും അത്ര ചെയ്യാറില്ല. അപ്പോൾ ഈ മെറ്റലുകളുടെ നേച്ചറിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. മറ്റൊന്ന് ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു കണ്ടീഷനാണ്. അറ്റ്മോസ്ഫിയറിൻ്റെ കണ്ടീഷൻ, അതായത് ഈർപ്പവും അല്ലെങ്കിൽ ഉപ്പൊക്കെ കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ അവിടെ കൊറോഷൻ കൂടുതലായിരിക്കും. ഉദാഹരണം പറയട്ടെ, കടൽ തീരത്തിനടുത്ത് താമസിക്കുന്ന വീടുകളുടെയൊക്കെ ജനൽ കമ്പികളൊക്കെ പെട്ടെന്ന് തുരുമ്പിച്ചു പോകും. അതുപോലെ തന്നെ അതിൻ്റെ ഈ പറയുന്ന നമുക്കറിയാമല്ലോ, ഈ GI പൈപ്പുകളൊക്കെ നമ്മൾ വീടിൻ്റെ കൺസ്ട്രക്ഷൻ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുമല്ലോ, അതൊക്കെ നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം കടൽ വെള്ളത്തിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ തീരത്ത് വീശുന്ന കാറ്റിലും ഉപ്പിൻ്റെ അംശം വരുന്നതും ഈ പറഞ്ഞ കൊറോഷൻ പ്രോസസ്സിനെ കൂട്ടും. പിന്നെ വരുന്നത് മറ്റ് മെറ്റലുകളുടെ പ്രസൻസാണ്. അനദർ മെറ്റലിൻ്റെ പ്രസൻസും കൊറോഷനെ സ്വാധീനിക്കും. ഇത്രയേ ഉള്ളൂ സംഭവം, തീർന്നു. സത്യമായ ചാപ്റ്ററിൽ മെയിൻ ടോപ്പിക് ഇതാ. ഇപ്പോൾ എന്താണ് കൊറോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ ടോപ്പിക് അല്ല, ലാസ്റ്റ് ടോപ്പിക്ക് ഇത്രയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മെറ്റൽ ഈ പറയുന്ന എന്താണ് കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നു എന്തുമായിട്ട്, സറൗണ്ടിങ്ങുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ. അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മെറ്റീരിയലിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസിൻ്റെയും സോൾട്ടിൻ്റെയും അളവിനെ ഡിപ്പെൻഡ് ചെയ്യും, മറ്റൊന്ന് കോൺടാക്ട് ഓഫ് അതർ മെറ്റൽസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ പഠിച്ചു വയ്ക്കണം ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് കൊറോഷൻ. ഇനി നമുക്കിത് ഓരോന്നും പഠിക്കണം. നേച്ചർ ഓഫ് മെറ്റൽ. അപ്പോൾ മെറ്റലിൻ്റെ നേച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറഞ്ഞേ പറ്റുള്ളൂ, നമ്മുടെ റിയാക്ടിവിറ്റി സീരീസിനെ പറ്റി പറഞ്ഞുകൊണ്ടേ പറ്റുള്ളൂ. പഠിപ്പിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു, റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചു വെച്ചോ, കാണാതെ പഠിച്ചു വെച്ചോ വേണം. അതായത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലുകൾ പൊതുവെ പെട്ടെന്ന് തന്നെ അറ്റ്മോസ്ഫിയറിലുള്ള മറ്റ് ഗ്യാസസുമായിട്ടോ വാട്ടറുമായിട്ടോ റിയാക്ട് ചെയ്ത് കൊറോഡ് സംഭവിക്കാൻ അല്ലെങ്കിൽ കൊറോഷൻ സംഭവിക്കാനുള്ള റേറ്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. മെറ്റൽ ഓക്കുപ്പൈങ് ഹയർ പൊസിഷൻ ഇൻ ദ റിയാക്ടിവിറ്റി സീരീസ് റെഡിലി എന്താണ് കൊറോഡ്, താഴോട്ട് വരും തോറും കൊറോഷൻ അളവ് കൂടും. അപ്പോൾ ഇരുമ്പെന്ന് പറയുന്നത് നല്ല രീതിയിൽ കൊറോഡ് ചെയ്യുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇവിടെ എക്സെപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന കൊറോഷൻ എങ്ങനെയാണ്, അതായത് ഇരുമ്പ് ഇവിടെ ഇരിക്കുകയാണ്, ഞാൻ മറ്റൊരു ഉദാഹരണമായിട്ട് അലൂമിനിയവും പറയുകയാണ്. എക്സെപ്ഷനാണ് ഇമ്പോർട്ടൻറ്റ്. രണ്ടുപേരും അത്യാവശ്യം റിയാക്റ്റീവാണ്. അപ്പോൾ രണ്ടുപേരും അറ്റ്മോസ്ഫിയറായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇരുമ്പിൻ്റെ മുകളിൽ ഉണ്ടാകുന്നതാണ് തുരുമ്പ്. ഒരു ചെറിയ ലെയർ ഓഫ് തുരുമ്പുണ്ടാകും. അതുപോലെ അലൂമിനിയത്തിൻ്റെ മുകളിലോ എന്ത് പറ്റും, ഒരു ഓക്സൈഡ് ലെയർ ഫോം ചെയ്യും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് രണ്ടുപേരുടെ ഈ ലെയറിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്ത് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇരുമ്പിലുണ്ടാകുന്ന ലെയർ എന്ന് പറയുന്നത് പോറസ് ആണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇങ്ങനെ ഇനിയും ഗ്യാസസിനകത്തോട്ട് കയറാൻ പറ്റും. എന്നാൽ അലൂമിനിയത്തിലും ടിന്നിലും ഒക്കെ ഉണ്ടാകുന്ന ഈ പറഞ്ഞ ലെയർ ഉണ്ടല്ലോ, ഇതെന്താണ്, ഇത് നോൺ പോറസ് ആണ്. എന്ന് വെച്ചാൽ ഇവിടെ എന്തുണ്ടാവില്ല, ഇവിടെ തരി ഒന്നും ഉണ്ടാവും. നമ്മൾ പെയിന്റ് അടിക്കുമ്പോൾ എന്താ പറ്റുന്ന, ഒരു ഫുൾ കോട്ടിങ് ഉണ്ടാവും അല്ലേ. അതുപോലെ ഈ അലൂമിനിയത്തിനെ പോലെയുള്ളവർ, സിങ്കിനെ പോലെയുള്ളവർ, ടിന്നിനെ പോലെയുള്ളവർ ഓക്സിഡൈസ് ആകും. പക്ഷെ ഓക്സിഡൈസ് ആയിട്ട് അവിടെ ഫോം ചെയ്യുന്ന ലെയർ എന്ന് പറയുന്നത് ഒരു നോൺ പോറസ് ലെയർ ആണ്. അതുകൊണ്ട് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇവർ റിയാക്റ്റീവ് ആണെങ്കിൽ പോലും ഇവരുടെ റിയാക്ഷൻ കാരണം ഈ മെറ്റൽ ഫുള്ളായിട്ട് നശിച്ചു പോകത്തില്ല. ഈ പറയുന്ന ആദ്യത്തെ ഭാഗം മാത്രം റിയാക്ട് ചെയ്ത് അവരൊരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ആയിട്ട് മാറും. ഫർദർ അകത്തോട്ട് എന്ത് ചെയ്യത്തില്ല, റിയാക്ട് ചെയ്യത്തില്ല. പക്ഷേ ഇരുമ്പിലൊക്കെ ഉണ്ടാകുന്ന ഈ പറയുന്ന ലെയർ എന്ന് പറയുന്ന പോറസ് ആയതുകൊണ്ട് ഇത് വീണ്ടും റിയാക്ട് ചെയ്ത് ഈ മെറ്റലും പൂർണ്ണമായി നശിക്കുന്നത് വരെ ഇതെന്ത് ചെയ്യും, കൊറോഡ് ചെയ്യും. അതാണ് ഇരുമ്പൊക്കെ പുറത്ത് കിടന്നാൽ അത് തുരുമ്പെടുത്ത് ചെത്ത് പൊട്ടി പൊളിഞ്ഞു പോകും. പക്ഷേ അലൂമിനിയം ഒന്നും അങ്ങനെ പോകത്തില്ല. അപ്പോൾ ഒന്നാമത്തെ കൊറോഷൻ്റെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ നേച്ചർ ഓഫ് ദ മെറ്റീരിയലാണ്. അവിടെ നമ്മൾ പഠിക്കേണ്ടത് ഹൈലി റിയാക്റ്റീവായ ആൾക്കാർ കൂടുതൽ റിയാക്ട് ചെയ്യുമെന്നാണ്. പക്ഷേ അവിടുത്തെ എക്സെപ്ഷൻ പഠിച്ചു വയ്ക്കണം. അലൂമിനിയം, സിങ്ക്, ടിൻ പോലെയുള്ള റിയാക്റ്റീവ് ആണെങ്കിലും പക്ഷേ ഇവരിൽ ഉണ്ടാകുന്ന ലെയർ നോൺ പോറസ് ആയതുകൊണ്ട് റിയാക്ട് ചെയ്തവർ പൂർണ്ണമായി നശിച്ചു പോകത്തില്ല. പക്ഷേ ഇരുമ്പാണെങ്കിൽ എന്തായിരിക്കും, ഇരുമ്പെന്ന് പറയുന്ന പോറസ് ആയതുകൊണ്ട് അതെന്ത് പറ്റും,
കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ വരെ പ്രവർത്തിക്കും. ഒന്നാമത്തെ പോയിന്റ് കിട്ടിയല്ലോ, കിട്ടിയില്ലേ? അപ്പോൾ നോട്ട് നോക്കിയാലോ. അപ്പോൾ കൊറോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സ്ലോ ഡാമേജ് ഓഫ് ദ മെറ്റൽ വെൻ ദേ കെമിക്കലി റിയാക്ട് വിത്ത് എയർ, വാട്ടർ ഓർ അതർ സബ്സ്റ്റൻസ്. അപ്പോൾ എന്താണ്? എയറുമായിട്ടോ വാട്ടറുമായിട്ടോ മറ്റ് കെമിക്കലുമായിട്ടോ എന്താണ് കോൺടാക്റ്റ് വരുന്ന സമയത്ത് മെറ്റൽ എന്ത് ചെയ്യുന്നു? കെമിക്കൽ റിയാക്ഷൻ നടത്തി അത് സ്വയം നശിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയുന്നത്. കൊറോഷൻ 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന്, നേച്ചർ അല്ലെങ്കിൽ റിയാക്ടിവിറ്റി ഓഫ് ദ മെറ്റൽ. മോർ റിയാക്റ്റീവ് ആണെങ്കിൽ ഫാസ്റ്റർ കൊറോഷൻ. അടുത്ത, പ്രസൻസ് ഓഫ് മോയ്സ്ചർ, അതായത് സോൾട്ടോ മറ്റ് സാധനങ്ങളോ ഉണ്ടെങ്കിൽ കൊറോഷൻ കൂടുതലായിരിക്കും. മൂന്നാമത്തേത്, കോൺടാക്ട് വിത്ത് അതർ മെറ്റൽസ്. അങ്ങനെ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് ഫോം ചെയ്യും. അത് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നേച്ചറാണ് അല്ലേ. അപ്പോൾ മെറ്റൽ വിത്ത് ഹൈ ഇൻ ദ റിയാക്ടിവിറ്റി സീരീസ് കൊറോഡ് ഈസിലി ബിക്കോസ് ദേ ലൂസ് ഇലക്ട്രോൺ റെഡിലി അല്ലെ. അവർക്ക് ഓക്സിഡേഷൻ ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഓക്സിഡേഷൻ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി അവർ പെട്ടെന്ന് എന്ത് പറ്റും? കൊറോഡ് ചെയ്ത് നശിച്ചു പോകും. പക്ഷേ ലെസ് റിയാക്റ്റീവ് ആണെങ്കിൽ കൊറോഷൻ കുറവായിരിക്കും. അവിടെയാണ് എക്സെപ്ഷൻ. അലൂമിനിയം, സിങ്ക്, ടിന്ന് പോലെയുള്ളവർ നോൺ പോറസ് ഓക്സൈഡ് ലെയറുകൾ ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? ആൻഡ് ദാറ്റ് സ്റ്റിക്ക് ടു ദ സർഫസ്. അതായത് നോൺ പോറസ് ലെയർ ഉണ്ടായി അത് സർഫസിൽ തന്നെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഫർദർ അറ്റാക്കിനെ സ്റ്റോപ്പ് ചെയ്യാനും അങ്ങനെ മെറ്റലിനെ പാർഷ്യലി പ്രൊട്ടക്ട് ചെയ്യാനും സാധിക്കും. എന്നാൽ ഇരുമ്പിലുണ്ടാകുന്ന ലെയർ എന്ന് പറയുന്നത് പോറസും ഫ്ലാക്കിയാണ്, അതായത് പൊടി പോലത്തെ ലെയറാണ്. അപ്പോൾ എന്ത് പറ്റും? ഈ പറയുന്നത് സ്റ്റിക്ക് ചെയ്തിരിക്കാത്തത് കൊണ്ട് തന്നെ വെള്ളത്തിനും എയറിനും വീണ്ടും അകത്തേക്ക് എത്താനും മെറ്റലിനെ ഫുള്ള് നശിപ്പിക്കുന്നത് വരെ ഇരിക്കാനും പറ്റും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റായി. ഇനി രണ്ടാമത്തെ ഞാൻ എന്താണ് പറഞ്ഞത്? നേച്ചർ ഓഫ് ദ ഗ്യാസ് ഡിസോൾവ് ആണ്. അത് നമുക്കിവിടെ പ്രത്യേകിച്ച് പഠിക്കേണ്ടത് നിങ്ങൾക്കറിയാം. തീരങ്ങളിലൊക്കെ ഈ പറയുന്ന പെട്ടെന്ന് മെറ്റൽ സ്ട്രക്ചേഴ്സൊക്കെ തുരുമ്പിക്കുന്നത് സോൾട്ട് കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ്. സോൾട്ട് പ്രവർത്തിക്കുന്നതാണ് കാരണം. ഇനി മൂന്നാമത്തെ, കോൺടാക്ട് വിത്ത് അതർ മെറ്റൽസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അത് എക്സ്പെരിമെൻറ്റിലൂടെയാണ് പഠിക്കാനുള്ളത്. അതായത് ഒരു മെറ്റൽ എത്രത്തോളം കൊറോഡ് ചെയ്യും എന്ന് പറയുന്നത് അവൻ ആരുടെ കൂടെ ഇരിക്കുന്നു എന്നതിന് ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഇപ്പോൾ നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ കൂട്ടുകാരനുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പോലെ എന്ന് പറയാൻ പറ്റത്തില്ല. പറ്റുമല്ലേ? നല്ലവനാണെങ്കിൽ നിങ്ങൾ നല്ലതാക്കും, മോശക്കാരനാണെങ്കിൽ നിങ്ങൾ മോശക്കാരനാക്കും. അതുപോലെ ഒരു മെറ്റൽ മറ്റൊരു മെറ്റലുമായി ചേർന്നിരിക്കുമ്പോൾ അവരെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. എന്താണെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ സോൾട്ട് വാട്ടർ എടുത്തു, ഡൈല്യൂട്ടഡ് സോഡിയം ക്ലോറൈഡ്. ഇപ്പോൾ തന്നെ പിടികിട്ടിക്കാണ് രണ്ടാമത്തെ പോയിന്റ്. ഉപ്പുണ്ടെങ്കിൽ ഇരുമ്പ് നന്നായിട്ട് തുരുമ്പിക്കേണ്ടതാണ്. അപ്പോൾ ആ ഇരുമ്പിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കോപ്പർ വയറിൽ ഇരുമ്പിനെ ചുറ്റുന്നു, ഇരുമ്പാണിയെ ചുറ്റുന്നു. മെഗ്നീഷ്യത്തിൻ്റെ വയറിലും ഇരുമ്പാണിയെ ചുറ്റുന്നു. എന്നിട്ട് രണ്ടിനെയും നമ്മൾ വെള്ളത്തിലിട്ട് കുറച്ച് ദിവസത്തേക്ക് എന്ത് ചെയ്യുന്നു? തുരുമ്പിക്കാൻ വേണ്ടി വയ്ക്കുന്നു. നമ്മളെടുത്ത് നോക്കുമ്പോൾ കണ്ടൊരു കാര്യം, ഈ പറയുന്ന കോപ്പറിൽ ചുറ്റിവെച്ച ഇരുമ്പിൻ്റെ ആണി നല്ല രീതിയിൽ തുരുമ്പിച്ചിട്ടുണ്ട്. എന്നാൽ മെഗ്നീഷ്യത്തിൽ ചുറ്റിവെച്ച ഇരുമ്പിൻ്റെ ആണി അത്രത്തോളം എന്ത് ചെയ്തില്ല? തുരുമ്പിച്ചില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? കാരണം ഇത്രയേ ഉള്ളൂ, ഇതൊരു സോൾട്ട് സൊല്യൂഷനാണ്. അതായത് ഇതെന്താണ്? ഇതൊരു ഇലക്ട്രോലൈറ്റ് ആണല്ലോ. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഇവിടെ 2 മെറ്റലുണ്ട്. അയ്യോ, നമ്മളിത് എവിടെ പഠിച്ചല്ലോ? എവിടെ പഠിച്ചു? ഇലക്ട്രോപ്ലേറ്റിംഗ് തൊട്ട് പഠിക്കുന്നതാണ് അല്ലേ. ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്, അത് 2 മെറ്റലുണ്ട്. 2 മെറ്റല് ഉണ്ട്. അപ്പോൾ എന്ത് പറ്റും? ഇവരൊരു സെല്ലായിട്ട് റിയാക്ട് ചെയ്യും. ഇവർ എന്തായിട്ട് ആക്ട് ചെയ്യും? സെല്ലായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ ഒരു വശത്തുള്ളവരെ നമുക്ക് ആനോഡ് എന്ന് വിളിക്കാം, ഇവിടെ ഉള്ളവർ നമുക്ക് എന്ത് വിളിക്കാം? കാഥോഡ് എന്ന് വിളിക്കാം. ആനോഡിന് ഇലക്ട്രോൺ നഷ്ടപ്പെടും, കാഥോഡിന് ഇലക്ട്രോൺ കിട്ടും. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് അല്ലേ. ആനോഡിന് ഇലക്ട്രോൺ നഷ്ടപ്പെടും, കാഥോഡിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഇത് തന്നെയാണ് പറ്റുന്നത്. 2 മെറ്റലുകൾ ഒരു സൊല്യൂഷനിൽ കിടക്കുന്ന സമയത്ത് അതിൽ ഹൈലി റിയാക്റ്റീവായ ആൾ എപ്പോഴും എന്തായിട്ടാണ് മാറുന്നത്? ആനോഡായിട്ടായിരിക്കും. ലെസ് റിയാക്റ്റീവായ ആളായിരിക്കും കാഥോഡായിട്ട് മാറുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ മുന്നത്തെ ഭാഗങ്ങൾ നേരെ പഠിച്ചില്ലെന്നാണ് എൻ്റെ അർത്ഥം. മുമ്പേ പഠിപ്പിച്ച കാര്യമാണ്. ഇപ്പോൾ ക്രിസ്മസ് അവധിയൊക്കെ ആയതുകൊണ്ടൊന്നും മറന്നുപോയതായിരിക്കും. ഒന്നും മറിച്ച് നോക്കിയോ? നമുക്ക് എന്തായാലും മാർച്ചിൽ ഇപ്പോൾ വേണമല്ലോ. അപ്പോൾ നോക്കി വയ്ക്കുക. അപ്പോൾ ഹൈലി റിയാക്റ്റീവായ ആൾ ആനോഡാവും, ലെസ് റിയാക്റ്റീവായ ആൾ കാഥോഡാവും. ഇനി ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. ഇരുമ്പും കോപ്പറും എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇരുമ്പും കോപ്പറും എടുക്കുമ്പോൾ ഇവിടെ ഇരുമ്പാണ് എന്തെന്ന് പറയുന്നത്? ഹൈലി റിയാക്റ്റീവ്. അപ്പോൾ ഇരുമ്പാണ് ഇവിടുത്തെ എന്തായിട്ട് മാറുന്നത്? ആനോഡായിട്ട് മാറുന്നത്. കോപ്പറാണ് ഇവിടുത്തെ എന്തായിട്ട് മാറുന്നത്? കാഥോഡായിട്ട് മാറുന്നത്. നിങ്ങൾക്കറിയാം, ആനോഡിനാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്. സോ ആ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആനോഡ് ഇവിടെ എന്ത് പറ്റും? തുരുമ്പായിട്ട് മാറും, നശിച്ചു പോകും. ഇനി മെഗ്നീഷ്യം ഇരുമ്പ് വരുമ്പോൾ നിങ്ങൾക്കറിയാം, മെഗ്നീഷ്യമാണ് ഹൈലി റിയാക്റ്റീവ്. അപ്പോൾ മെഗ്നീഷ്യമാണ് ഇവിടെ എന്തായിട്ട് മാറുന്നത്? ആനോഡായിട്ട് മാറുന്നത്. ഇരുമ്പ് ഇവിടെ എന്തായിട്ട് മാറും? കാഥോഡായിട്ട് മാറും. അപ്പോൾ ഇരുമ്പിന് പകരം ഇവിടെ മെഗ്നീഷ്യം എന്ത് പറ്റും? ഇലക്ട്രോണുകളെ കൊടുക്കും. അങ്ങനെ മെഗ്നീഷ്യം നശിച്ച് ഇരുമ്പിനെ എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്യും. മെഗ്നീഷ്യം നശിച്ച് ഇരുമ്പിനെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പോൾ ഒരുത്തം സാക്രിഫൈസ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ഇതിനെ സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് നമ്മൾ പറയും. ഐഡിയ കിട്ടി. ഇനി ടെക്സ്റ്റ് ബുക്കിലോട്ട് വരാം. പ്രിപ്പയർ വെരി ലിറ്റിൽ ഡൈല്യൂട്ടഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ഇൻ 2 ടെസ്റ്റ് ട്യൂബ്. Place iron nails, one slightly wrapped with the copper wire and
അതർ വിത്ത് മെഗ്നീഷ്യം വയർ. ഒബ്സർവ് ദ ടെസ്റ്റ് ട്യൂബ് ഫോർ 5 to 6 days. എന്ത് കാണും? ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് ഡിഡ് ദ അയൺ നെയിൽസ് അണ്ടർഗോ റസ്റ്റിംഗ്? എവിടെയായിരിക്കും? കോപ്പർ മുക്കിയ ടെസ്റ്റ് ട്യൂബിലായിരിക്കും, അല്ലെങ്കിൽ കോപ്പർ ചുറ്റിയ ടെസ്റ്റ് ട്യൂബിലായിരിക്കും നടന്നത്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് അയൺ നെയിൽ ഇൻ കോൺടാക്ട് വിത്ത് കോപ്പർ കൊറോഡ് ഈസിലി വൈൽ ദാറ്റ് ഇൻ കോൺടാക്ട് വിത്ത് മെഗ്നീഷ്യം ഈസ് പ്രൊട്ടക്റ്റഡ്. വൈ? എന്തുകൊണ്ടാണ്? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണാം അല്ലേ? മെറ്റല് മറ്റൊരു മെറ്റലുമായിട്ട് ഇലക്ട്രോലൈറ്റുമായി ചേർന്നിരിക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? ഒരു വോൾട്ടൈക് സെല്ലായിട്ട് മാറും. അതൊരു സെല്ലായിട്ട് മാറും. അപ്പോൾ സെല്ലായിട്ട് മാറിക്കഴിയുമ്പോൾ നമുക്കറിയാം ആനോഡും ഉണ്ട് കാഥോഡും ഉണ്ട്. ആനോഡ് ഓക്സിഡേഷൻ, കാഥോഡ് റിഡക്ഷൻ. സോ അയൺ നെയിൽ ഫസ്റ്റ് നോക്കി, വെൻ അയൺ കംസ് വിത്ത് കോപ്പറുമായിട്ട് ചേരുമ്പോൾ എന്ത് പറ്റും? അയണിനാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്. കാരണം അവനാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? ആനോഡ് അല്ലേ? ദ റേറ്റ് ഓഫ് കൊറോഷൻ ഓഫ് അയൺ ഇൻക്രീസസ്, ഹെൻസ് ദ അയൺ ആക്ട് ആസ് ദ ആനോഡ് ആൻഡ് കോപ്പർ ആസ് ദ കാഥോഡ്. അപ്പോൾ വൈ അയൺ ഈസ് പ്രൊട്ടക്റ്റഡ് വെൻ ദ കോൺടാക്ട് വിത്ത് മെഗ്നീഷ്യമായിട്ട് അവയെ പ്രൊട്ടക്ട് ചെയ്ത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ പിടിയിട്ട് കാണും. ഇവിടെ സെല്ല് ഫോം ചെയ്യുമ്പോൾ മെഗ്നീഷ്യം ആനോഡായിട്ട് ആക്ട് ചെയ്യും, അയൺ എന്തായിട്ട് ആക്ട് ചെയ്യും? കാഥോഡായിട്ട് ആക്ട് ചെയ്യും. സോ ഏത് മെറ്റൽ ആയിരിക്കും കൊറോഡ് ചെയ്യുന്നത്? സോ വിച്ച് മെറ്റൽ വിൽ കൊറോഡ് വെൻ 2 metals ആർ ഇൻ കോൺടാക്ട് ഇൻ ദ പ്രസൻസ് ഓഫ് മോയ്സ്ചർ എയർ? മോർ റിയാക്റ്റീവ് ആയ മെറ്റൽ ആയിരിക്കും കൊറോഡ് ചെയ്യുന്നത്, ലെസ് റിയാക്റ്റീവ് ആയ ആൾ ആവത്തില്ല. സോ നമുക്ക് പറയാൻ പറ്റും മെറ്റൽ ആക്ടിങ് ആസ് ദ ആനോഡ് ഈസ് ഡിസ്ട്രോയിഡ് ആൻഡ് ദ കാഥോഡ് ഈസ് പ്രൊട്ടക്റ്റഡ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? കാഥോഡിക് പ്രൊട്ടക്ഷൻ മെത്തേഡ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്തായാലും സംഭവം കൊറോഷൻ നടക്കും. പക്ഷെ നമുക്കറിയാം പലപ്പോഴും നമുക്ക് ഈ പറയുന്ന മെറ്റലായിട്ടുള്ള സർഫസിലുള്ള മെറ്റലായിട്ടുള്ള സാധനങ്ങൾ അറ്റ്മോസ്ഫിയറുമായിട്ട് കോൺടാക്ട് ചെയ്തിരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ മറ്റൊരു വ്യക്തിയെ ഇതുപോലെ കാഥോഡായിട്ട് കൊണ്ടുവന്ന് വയ്ക്കും. അങ്ങനെ വയ്ക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ചോദ്യം നോക്കിയേ, വൈ ഈസ് നോട്ട് അഡ്വൈസബിൾ ടു ജോയിൻ അലൂമിനിയം വയർ ആൻഡ് കോപ്പർ വയർ ആൻഡ് ടു ജോയിൻ അയൺ മെറ്റീരിയൽ ഒരു സെക്കൻഡ്. വൈ ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ ടു ജോയിൻ അലൂമിനിയം വയർ വിത്ത് കോപ്പർ വയർ? അലൂമിനിയം വയറും കോപ്പർ വയറും നമ്മൾ ഒരുമിച്ച് ചേർക്കാൻ പാടില്ല. കാരണം എന്താണ്? അലൂമിനിയം നഷ്ടപ്പെട്ടു പോകും. അവിടെ ഒരു ഗാൽവാനിക്സ്, അതായത് കൊറോഷൻ്റെ തോത് അവിടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ടു ജോയിൻ അയൺ വിത്ത് കോപ്പർ, അല്ല അയണും കോപ്പറും പൈപ്പുകൾ ഒരിക്കലും നമ്മൾ കൂട്ടിച്ചേർക്കാൻ പാടില്ല. കാരണം എന്ത് പറ്റും? ഈ കോപ്പറും അയണും കൂടി പ്രസൻസ് ഓഫ് എയറിൽ എന്ത് പറ്റും? അയൺ ആനോഡായിട്ടും കോപ്പർ കാഥോഡായിട്ടും മാറും. അപ്പോൾ നോർമലി കൊറോഡ് ചെയ്യേണ്ടതിനേക്കാളും കൂടുതലായിട്ട് ഇവിടെ എന്ത് ചെയ്യും? കൊറോഷൻ നടക്കും. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ. വൈ സിങ്ക് ഓർ മെഗ്നീഷ്യം ബ്ലോക്സ് ഓൾവേസ് അറ്റാച്ച്ഡ് ടു സീ ബ്രിഡ്ജസ് ആൻഡ് ഷിപ്പ് ഹൾസ്? കണ്ടോ, നമ്മൾ കടൽ പാലങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന സിങ്ക് അല്ലെങ്കിൽ മെഗ്നീഷ്യത്തിൻ്റെ ബ്ലോക്കുകൾ നമ്മളവിടെ കണക്ട് ചെയ്ത് വെക്കാറുണ്ട്. എന്തിനാണ്? സിങ്കും മെഗ്നീഷ്യവും മോർ റിയാക്റ്റീവ് ആയതുകൊണ്ട് അവർ പെട്ടെന്ന് പറയും. ഇത് നിങ്ങൾ ആലോചിച്ചാൽ മതി, നമ്മളൊരു വലിയ ബ്രിഡ്ജ് ഉണ്ടാക്കുക, ഈ ബ്രിഡ്ജ് മൊത്തം ഇരുമ്പാണ്. അപ്പോൾ കടൽ വെള്ളം തട്ടിക്കഴിയുമ്പോൾ ഇതിൻ്റെ എവിടെ വേണമെങ്കിലും കൊറോഡ് ചെയ്യാം. അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണോ? ഒരിക്കലുമല്ല. പകരം നമ്മളിവിടെ എന്ത് ചെയ്യുകയാണ്? പകരം നമ്മൾ ഇവിടെ ഈ പറയുന്ന സിങ്കിൻ്റെയോ അലൂമിനിയത്തിൻ്റെയോ ഒരു 5-6 ബ്ലോക്ക് അവിടെ ഇവിടെയൊക്കെ കെട്ടിത്തൂക്കിയിട്ടാൽ നമുക്കറിയാം ഇവർ രണ്ടുപേരും കൂടെ സെല്ല് ഫോം ചെയ്യുന്ന കാരണം ആദ്യം ഉറപ്പായിട്ട് ഇവന്മാർ റിയാക്ട് ചെയ്ത് നശിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവന്മാരെ അങ്ങ് റീപ്ലേസ് ചെയ്തെടുത്താൽ പോരെ, പാലത്തിൻ്റെ സേഫ്റ്റിക്ക് ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. കാരണം പാലം സിങ്ക് മെഗ്നീഷ്യം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതാണ് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിനെ കാഥോഡിക് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്നും പറയും. കാര്യത്തിലോട്ട് ഒന്നുകൂടി വരാമല്ലോ, നോക്കിക്കോ. വെൻ 2 different metals ടച്ച് ഇൻ ദ പ്രസൻസ് ഓഫ് എ മോയ്സ്ചർ ഇലക്ട്രോലൈറ്റ്, 2 മെറ്റലുകൾ ഒരു ഈർപ്പമുള്ള ഇലക്ട്രോലൈറ്റിൻ്റെ പ്രസൻസിൽ വരുമ്പോഴത്തേക്കും അവരെന്ത് ഫോം ചെയ്യും? ഒരു സിമ്പിൾ സെല്ല് രൂപീകരിക്കും. അവിടെ മോർ റിയാക്റ്റീവായ ആൾ ആനോഡായിട്ട് മാറുകയും ലെസ് റിയാക്റ്റീവായ ആൾ കാഥോഡായിട്ട് മാറുകയും ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ആനോഡായ ആൾക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കൊറോഡ് ചെയ്ത് പോവുകയും കാഥോഡായ ആൾ പ്രൊട്ടക്റ്റ് ആവുകയും ചെയ്യുന്നു. ഓക്കെ, നമ്മൾ നടത്തിയ സോൾട്ട് സൊല്യൂഷൻ എക്സ്പെരിമെൻറ്റിലും അതാണ് സംഭവിച്ചത്. ഇരുമ്പ് കോപ്പറുമായിട്ട് വെച്ചപ്പോൾ ഇരുമ്പ് പെട്ടെന്ന് ഒരുമിച്ചു, കാരണം ഇരുമ്പ് ആനോഡായി, കോപ്പർ കാഥോഡായി. ഇരുമ്പിനെ മെഗ്നീഷ്യവുമായി വെച്ചപ്പോൾ മെഗ്നീഷ്യം ആനോഡായി, ഇരുമ്പ് കാഥോഡായി. അപ്പോൾ അങ്ങനെ നമുക്ക് മെറ്റൽ അല്ലെങ്കിൽ മെറ്റൽസുകളുടെ ജനറൽ റൂളായിട്ട് നമുക്ക് പറയാൻ പറ്റും, 2 മെറ്റലുകൾ മോയ്സ്ചർ കോൺടാക്റ്റ് വരുമ്പോഴത്തേക്കും മോർ റിയാക്റ്റീവായ ആൾ കൊറോഡ് ചെയ്യും, ലെസ് റിയാക്റ്റീവായ ആൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കാഥോഡിക് പ്രൊട്ടക്ഷൻ ചെയ്യുന്നത്. ചില സ്ട്രക്ചേഴ്സിനെയൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ കൂടെ സിങ്കിനെയോ മെഗ്നീഷ്യത്തിനെയോ കൂട്ടി വയ്ക്കും. അപ്പോൾ എന്ത് പറ്റും? ആദ്യം ഈ സിങ്കും മെഗ്നീഷ്യവും കൊറോഡ് ചെയ്ത് നശിക്കും. അപ്പോൾ നമുക്ക് അവരെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് നമ്മളതിനെ സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്നും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരിക്കലും ഇരുമ്പിനെയും കോപ്പറിനെയും പൈപ്പുകളെ ജോയിൻ ചെയ്യരുതെന്ന് പറയുന്നത്. കാരണം ഇരുമ്പും കോപ്പർ പൈപ്പും ജോയിൻ ചെയ്താൽ ഇരുമ്പും സ്വന്തമായിട്ട് തുരുമ്പിക്കും, കോപ്പറും സ്വന്തമായിട്ട് തുരുമ്പിക്കും. പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിരിക്കുമ്പോൾ ഈർപ്പം വന്നു കഴിഞ്ഞാൽ ഇരുമ്പ് പെട്ടെന്ന് തുരുമ്പിച്ച് നശിച്ച് പോകുന്നു. ഓക്കെ, ഷിപ്പിൻ്റെ ഹൾ അല്ലെങ്കിൽ സീ ബ്രിഡ്ജുകൾ, ഇതൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളെ ഇവിടെ നിന്ന്. ഷിപ്പിൻ്റെ ഹൾ എന്ന് വെച്ചാൽ കപ്പലിൻ്റെ ആ ഒരു ഭാഗം, അല്ലെങ്കിൽ സീ ബ്രിഡ്ജസിൽ നമ്മൾ സിങ്കിൻ്റെയോ മെഗ്നീഷ്യത്തിൻ്റെയോ ബ്ലോക്കുകൾ ഫിക്സ് ചെയ്യാറുണ്ട്. അതും എന്തിനാണ്? ഈ പറയുന്ന
സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ ആണ്. കാരണം ഇവിടെ സിങ്ക് മെഗ്നീഷ്യം ആനോഡായിട്ട് ആക്ട് ചെയ്തോളും, അവർ ഈ സീൽ സ്ട്രക്ചറിനെ എന്ത് ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്തോളും. ഇതാണ് സംഭവം. അപ്പോൾ ഇത്രയും പറയുമ്പോഴത്തേക്കും നമ്മുടെ മെറ്റൽ ചാപ്റ്റർ എന്ത് ചെയ്തു, തീർന്നു. ഇനി ഇതിൻ്റെ ലെറ്റസ് അസസ് ഭാഗമാണ്. അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും, നിങ്ങൾ തരുന്ന സപ്പോർട്ട് അനുസരിച്ച്. ഓക്കെ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അടുത്ത ചാപ്റ്റർ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.